ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8-ന് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വെറ്റിലപ്പാറ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞു മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്ക്. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് വയോധിക മരിച്ചു. കാസർഗോഡ് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പരാതി. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച നടക്കും. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണുക. ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. രാവിലെ 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ. ഉച്ചയ്ക്ക് മുൻപ് വിജയികളെ അറിയാനാകും. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് 3 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. CPM-ന്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിലെ അട്ടിമറിയുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCBയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വോട്ടെണ്ണുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ചേലക്കര മണ്ഡലത്തിൽ വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പിന്നീട് ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, ചേലക്കര, കൊണ്ടാഴി, തിരുവില്വാമല, മുള്ളൂർക്കര, പഴയന്നൂർ എന്നീ പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണും. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരികളുടെ നിയന്ത്രണമുണ്ടാകും. വെറ്റിലപ്പാറയിൽ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞു മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്കേറ്റു. റേഞ്ച് ഡെപ്യൂട്ടി ഓഫീസർ കെ റിയാസ്, വാച്ചർ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കുണ്ടൂർമേട് തോടിനടുത്ത നൈറ്റ് പട്രോളിംഗിന് ശേഷം 4 ജീവനക്കാരെ തിരിച്ചുകൊണ്ടുവരികയായിരുന്ന വനപാലകരുടെ ജീപ്പിന് നേരെയാണ് മോഴ ആനയുടെ ആക്രമണം ഉണ്ടായത്. തോടിന് കുറുകെയുള്ള ചപ്പാത്തിലൂടെ മറുകരയിലേക്ക് കടന്ന ജീപ്പിനെ കാട്ടിൽ നിന്നും ഓടിയെത്തിയ ആന ആക്രമിക്കുകയായിരുന്നു. ജീപ്പിന്റെ സൈഡിലിരുന്ന റിയാസ് താഴെ വീഴുകയും അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടുകയും ചെയ്തു. എന്നാൽ പിന്നാലെ പാഞ്ഞെടുത്ത ആന ഇയാളുടെ കാലിൽ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി. താഴെ വീണ റിയാസിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്തുനിന്ന ആന പിൻകാലിലിരുന്ന് ചിഹ്നം വിളിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞു. ആന വളവിൽ വെച്ച് ജീപ്പിലേക്ക് വന്ന് ഇടിച്ച് ഒരു 5-6 തവണ ഇടിച്ച് ജീപ്പ് മറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് 4 പേര് വണ്ടിക്കകത്തും 2 പേര് പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. അതിൽ ഒരാളുടെ പുറകെ വന്ന് ആന തട്ടി മാറ്റി നേരെ പോയി. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് റിയാസിന് ജീവൻ തിരിച്ചു കിട്ടിയത്. തിരിച്ചുവന്ന ആന വീണ്ടും ജീപ്പ് കുത്തിമറിച്ചതോടെയാണ് വാച്ചർ ഷാജുവിന് പരിക്കേറ്റത്. 6 പേരായിരുന്നു ജീപ്പിൽ യാത്ര ചെയ്തിരുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ വിളിക്കാൻ റേഞ്ചുള്ള സ്ഥലത്തെത്തി ഇവർ കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. അവിടെ നിന്നും ജീപ്പും 108 ആംബുലൻസും എത്തി പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു. നിസ്സാര പരിക്കുകൾ മാത്രമുള്ളതിനാൽ റിയാസിനെയും ഷാജുവിനെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടയിൽ വയോധിക ട്രെയിനിടിച്ചു മരിച്ചു. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് സ്വദേശി ആനശ്ശേരി വീട്ടിൽ ജെയിംസിന്റെ ഭാര്യ 73 വയസ്സുള്ള റോസമ്മയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ വടക്കൻ പറവൂർ സ്വദേശിനി ഉഷയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് ഇവർ റെയിൽവേ ട്രാക്കിലൂടെ കടക്കുന്നതിനിടെ ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ഇരുവരെയും ഇടിക്കുകയായിരുന്നു. റോസമ്മ തൽക്ഷണം മരിച്ചു. അപകടത്തിൽപ്പെട്ടവരെ അരമണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് എതിർദിശയിലേക്ക് കടക്കുന്നതിനും തിരിച്ചുവരുന്നതിനും ആകാശപാത സംവിധാനം ഇല്ല.
യാത്രക്കാർ ട്രാക്ക് മുറിച്ചു കടക്കുകയാണ് പതിവ്. ഇതിനായി പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് ഇറങ്ങുന്നതിന് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ആളൂർ റെയിൽവേ മേൽപ്പാലത്തിൽ കാൽനടക്കാർക്കായി നടപ്പാതയില്ലാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. രണ്ടുവരി ഗതാഗതമുള്ള പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് സൈക്കിൾ യാത്രക്കാരും കാൽനടക്കാരും സഞ്ചരിക്കുന്നത്. ആളൂർ മാള റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് 10 വർഷം മുമ്പ് ആളൂർ പള്ളി റോഡ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. 2013 നിർമ്മാണം ആരംഭിച്ച പാലം 2 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 7.5 മീറ്റർ വീതിയിലും 400 മീറ്റർ നീളത്തിലും നിർമ്മിച്ച പാലം 2015 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നാടിന് സമർപ്പിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല. ഉദ്ഘാടനം കഴിഞ്ഞ് ഏറെ താമസിയാതെ പാലത്തിൽ ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടന്നെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശക്തമായ പ്രതിഷേധ സമരത്തെ തുടർന്ന് അധികൃതർ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളിൽ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കാതിരുന്നതിനാൽ തുടക്കം മുതലേ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നുവെങ്കിലും അധികൃതർ ഗൗനിച്ചില്ല. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സുഗമമായ യാത്ര സാധ്യമായതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണിപ്പോൾ. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ആളൂർ മേൽപ്പാലത്തിലൂടെയുള്ള കാൽനടയാത്രയും സൈക്കിൾ യാത്രയും ഒട്ടും സുരക്ഷിതമല്ലാതായിട്ടുണ്ട്. മേൽപ്പാലത്തിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ കാണപ്പെട്ടതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. TC വിനോസ്, കൊടകര. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശിനി തുപ്രാടൻ സുകുമാരൻ ഭാര്യ 60 വയസ്സുള്ള ശോഭന ആണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് എടത്തുരുത്തി 15-ാം വാർഡിൽ TM റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ ശോഭന ഉൾപ്പെടെ 6 തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റത്. സാരമായി പരിക്കേറ്റ ശോഭന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലസൗകര്യമില്ലെന്നും പരാതി. 4ഓളം വാടക കെട്ടിടങ്ങളിലായി മാറി മാറി പ്രവർത്തിച്ചിരുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഒരു സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പ് മുല്ലശ്ശേരിയിൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയതിനെ തുടർന്ന് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന് മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന പേര് നൽകണമെന്നും ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിതല അദാലത്തിൽ പരാതി നൽകുമെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു പറഞ്ഞു. കുറെ കാലം പൂവത്തൂരും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും എളവള്ളി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും വാടകയ്ക്കായിരുന്നു പാവറട്ടി പോലീസ് സ്റ്റേഷൻ. പ്രവാസി വ്യവസായി കൂടിയായിട്ടുള്ള മദർ ഗ്രൂപ്പിന്റെ MD അദ്ദേഹമാണ് സൗജന്യമായിട്ട് ഈ പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് കൊടുത്തത്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാരും പാവറട്ടിയിലാണ് ഇറങ്ങുന്നത്. പാവറട്ടി ഇറങ്ങിയിട്ട് ചോദിക്കുന്നത് എവിടെ പാവറട്ടി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ മുല്ലശ്ശേരിയാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി പിന്നെ അവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറമാണ് മുല്ലശ്ശേരി. അതായത് പാവറട്ടി പഞ്ചായത്തും എളവള്ളി പഞ്ചായത്തും കഴിഞ്ഞിട്ടാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് വരുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് പാവറട്ടി നിന്ന് മാറ്റി മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ നിന്ന് ആക്കണം. മന്ത്രിമാരുടെ അദാലത്തില് താലൂക്ക് തല അദാലത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അദാലത്തില് നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്, നിവേദനം കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ ആൾക്കാരുടെ. പാവറട്ടി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി എന്നീ 4 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ. എന്നാൽ സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലസൗകര്യം ഇല്ലെന്നതാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ വർഷങ്ങളായി ഇവിടെ കിടക്കുന്ന കസ്റ്റഡി വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതും കാണാം. സ്റ്റേഷന് മുന്നിലെ ഇടുങ്ങിയ PWD റോഡിലും വർഷങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങളുടെ നിരയാണ്. പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള PWD റോഡ്, ഈ PWD റോഡായിട്ട് ബന്ധപ്പെട്ട് ആ റോഡ് സൈഡിലാണ് പോലീസ് സ്റ്റേഷനിൽ താൽക്കാലികമായിട്ട് പോലീസ് കസ്റ്റഡി എടുക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിർത്തിയത്. അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്തിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടതാണ്. പോലീസ് കമ്മീഷണർ ഈ പോലീസിനോട് പറഞ്ഞത്, പാവറട്ടി പോലീസിനോട്. അതിലൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല. ഈ പാവറട്ടി പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ പല ആളുകളും പരാതി കൊടുക്കുന്നതിന് പാവറട്ടിയിലേക്ക് പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ച് പോവുകയും അവിടെ ചെന്ന് ബസ് ഇറങ്ങിയതിനു ശേഷം അവിടെയല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് മുല്ലശ്ശേരി തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് മുല്ലശ്ശേരിയിൽ
സ്ഥിരമായ ആസ്ഥാനമുള്ള പോലീസ് സ്റ്റേഷൻ, അത് മുല്ലശ്ശേരി പോലീസ് സ്റ്റേഷൻ എന്ന രീതിയിൽ അതിന്റെ പേര് മാറ്റിക്കൊടുക്കണം എന്നൊരു ആവശ്യം വളരെ നാളുകളായി ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണം. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പിടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. ആ പാർക്ക് ചെയ്യരുത്, അത് മാർഗതടസ്സം ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ഹൈക്കോടതി ഉത്തരവുകൾ നിലനിൽക്കെ മുല്ലശ്ശേരിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ഒരുപാട് യാത്രാക്ലേശങ്ങളും ഗതാഗത തടസ്സങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൂടി സ്വീകരിക്കണം. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവത്തി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്ന് ആക്കണമെന്നത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ പിടിച്ചിട്ട വാഹനങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ ലേലം ചെയ്തു കൊടുക്കുകയോ ചെയ്ത് സ്ഥല സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ കൃഷ്ണകുമാർ കെമലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര, TCV ന്യൂസ്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശീല ഉയരും. തുടർന്നുള്ള 15 ദിനരാത്രങ്ങൾ ഗുരുഭവനപുരി സംഗീത സാന്ദ്രമാകും. കർണാടക സംഗീത കുലപതി, സംഗീത കലാനിധി പത്മഭൂഷൺ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഏകാദശി നാദോപാസനയുടെ സ്മരണാർത്ഥം ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. ഏകാദശിക്ക് ഗുരുവായൂരപ്പ സന്നിധിയിൽ വർഷങ്ങളോളം സംഗീതാർച്ചന നടത്തിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ 1974 ഒക്ടോബർ 16 ഇഹലോകവാസം വെടിഞ്ഞത്. വിയോഗശേഷം ശിഷ്യന്മാരുടെ പങ്കാളിത്തത്തോടെ ആ വർഷം ദേവസ്വം സംഗീതോത്സവം നടത്തി. 1975 മുതൽ ദേവസ്വം ഇത് വിപുലമാക്കി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് ദേവസ്വം ഇത്തവണ ആസൂത്രണം ചെയ്യുന്നത്. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായുള്ള സംഗീത സെമിനാർ ഞായറാഴ്ച കിഴക്കേനടയിലെ നാരായണീയം ഹാളിൽ നടക്കും. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ സംഗീത കോളേജുകൾ, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സംഗീതാസ്വാദകരായ ഭക്തരും സെമിനാറിൽ പങ്കെടുക്കും. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു ചെമ്പൈയുടെ ഭവനത്തിൽ നിന്ന് തിങ്കളാഴ്ച ഏറ്റുവാങ്ങി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തോടെ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ സംഗീത മണ്ഡപത്തിൽ സ്ഥാപിക്കും. തുടർന്ന് മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദു സംഗീതോത്സവത്തിന് തിരിതെളിയിക്കും. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം വയലിൻ വിദൂഷി സംഗീത കലാനിധി കുമാരി A. കന്യാകുമാരിക്ക് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ച ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം കൂടിയായ PS. വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് കന്യാകുമാരിയുടെ സംഗീത കച്ചേരി അരങ്ങേറും. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ ശ്രീലകത്ത് നിന്ന് പകർന്നെത്തിക്കുന്ന ഭദ്രദീപം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് സംഗീത മണ്ഡപത്തിൽ തെളിയിക്കും. തുടർന്ന് ക്ഷേത്രം നാദസ്വരം തകിൽ അടിയന്തര വിഭാഗത്തിന്റെ മംഗളവാദ്യത്തോടെ സംഗീതോത്സവത്തിന് തുടക്കമാകും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ദശമി നാളായ ഡിസംബർ 10 രാവിലെ 9 മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. ഡിസംബർ 11 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. TCV ന്യൂസ്, ഗുരുവായൂർ. മേലൂർ പുഷ്പഗിരിയിൽ റോഡിലെ വളവിൽ പെട്ടെന്ന് ബ്രേക്കിട്ട സ്വകാര്യ ബസ്സിൽ സീറ്റിൽ നിന്ന് താഴെ വീണ് യാത്രക്കാരിയുടെ കാലൊടിഞ്ഞു. അടിച്ചിരി കണിയാർക്കുടി ഷിജുവിന്റെ ഭാര്യ സുമിജയാണ് അപകടത്തിൽപ്പെട്ടത്. വട്ടവയൽ എസ്റ്റേറ്റ് വളവിൽ വെച്ചായിരുന്നു സംഭവം. ബ്രേക്കിട്ട സമയത്ത് വലതുഭാഗത്ത് സീറ്റ് നെട്ടും ബോൾട്ടും ഊരിപ്പോയതിനെ തുടർന്ന് ഇവർ ഇരുന്ന സീറ്റ് മുകളിലേക്ക് ഉയർന്നു പൊന്തി. ഇതോടെ സുമിജ ബസ്സിനകത്ത് തന്നെ ഡോറിനടുത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇതേ ബസ്സിൽ തന്നെ യുവതിയെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ചാലക്കുടി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 2 പവൻ തൂക്കമുള്ള സ്വർണ്ണ പാദസരം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ വിദ്യാർത്ഥിയെ സമാപന ചടങ്ങിൽ അനുമോദിച്ചു. മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂൾ വിദ്യാർത്ഥി ഹരികേശിനെയാണ് KK രാമചന്ദ്രൻ MLA ഉപഹാരം നൽകി അനുമോദിച്ചത്. കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്തു നിന്നാണ് പാദസരം ലഭിച്ചത്. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവിന്റെയും അധ്യാപിക ഗീതയുടെയും മകനാണ് ഹരികേശ്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായിരുന്ന TM മുഹമ്മദ് മൗലവിയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനവും ഓർമ്മ എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പ്രകാശനവും ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. മാള TM മുഹമ്മദ് മൗലവി ഓർമ്മ കൂട്ടായ്മ സംഘടിപ്പിച്ച അനുസ്മരണത്തിന്റെ ഭാഗമായി 100 പേരുടെ എഴുത്തുകളാണ് ഓർമ്മ പുസ്തകമെന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. KK ഷാനവാസ് അധ്യക്ഷനായി. VR സുനിൽകുമാർ MLA, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AA അഷ്റഫ്,
വാർഡ് മെമ്പർ നിത ജോഷി എന്നിവർ സംസാരിച്ചു. മനക്കൊടി പുള്ള റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ആഴ്ചകളായി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. നിരവധി തവണ ജനപ്രതിനിധികളും നാട്ടുകാരും വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടികളും എടുക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് വാർഡംഗം കെ രാജേഷ് പറഞ്ഞു. മനക്കൊടി പ്രദേശത്ത് മനക്കൊടി പുള്ള റോട്ടിൽ ഇന്ദിരാ നഗർ ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ പോയിട്ടുണ്ട് PWD റൂട്ടിലൂടെ. അത് ഏകദേശം 2 മാസക്കാലമായി പൊട്ടി വെള്ളം ഒഴുകി പോവാണ്. ഒരുപാട് തവണ വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ടും അതിനെതിരെ ഒരു നടപടി എടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല. കാരണം ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ആ റോഡിൻ്റെ പകുതി ഭാഗം വരെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാവരും കൂടി ഒരു മണ്ണിട്ട് വരമ്പ് വെച്ചിട്ട് കാനയിലേക്കാണ് വെള്ളം ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജലം അമിതമായി കുത്തിയൊഴുകി PWD റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ജലജീവൻ മിഷന്റെ റിസ്റ്റോറേഷന്റെ ഭാഗമായി മനക്കൊടി 9-ാം വാർഡിലെ അംബേദ്കർ കുടിവെള്ള പദ്ധതിയിലെ പൈപ്പ് ലൈൻ മാരാത്തുകടവ് റോഡിലും മറ്റ് വിവിധ ഇടങ്ങളിലുമായി പൊളിഞ്ഞു പോയതുമൂലം കുടിവെള്ളം പാഴാവുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. GUPS കുന്നത്തങ്ങാടി സ്കൂളിനു സമീപം റോഡ് നെടുകെ പിളർന്ന വെള്ളം പോകുന്നതും പതിവായിട്ടുണ്ട്. അന്തിക്കാട് കല്ലിടവഴി റോഡിൽ ഏതാനും ദിവസം മുൻപ് കരാറുകാരൻ അറ്റകുറ്റപ്പണി നടത്തിയ പൈപ്പ് ലൈൻ വീണ്ടും പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നുണ്ട്. കുറിവിളിച്ച് വട്ടമെത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇടപാടുകാർക്ക് പണം തിരിച്ചു കൊടുക്കാതെ മലപ്പുറത്ത് ഹെഡ് ഓഫീസുള്ള വാടാനപ്പള്ളിയിലെ കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ കോടികളുമായി മുങ്ങിയതായി പരാതി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 14ഓളം ബ്രാഞ്ചുകളുള്ള കുറി ഇടപാട് സ്ഥാപനമാണ് കഴിഞ്ഞ ദിവസം പൂട്ടിയത്. തട്ടിപ്പിനിരയായി കബളിപ്പിക്കപ്പെട്ടവർ ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ സ്റ്റേഷനുകളിലും രജിസ്ട്രാർ ഓഫീസിലും പരാതി നൽകി. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ നിലമ്പൂർ സ്വദേശി സന്തോഷ്, ഡയറക്ടർ മുബഷീർ എന്നിവരാണ് കോടികളുമായി മുങ്ങിയത്. മലപ്പുറം കൂരിയാട് ഹെഡ് ഓഫീസായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് വാടാനപ്പള്ളി ചിലങ്ക സെന്റർ, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, മുക്കം, തിരൂർ, പട്ടാമ്പി, വളാഞ്ചേരി എന്നിവിടങ്ങളിൽ അടക്കം ബ്രാഞ്ചുകളുണ്ട്. കുറിവിളിച്ച നിരവധി പേർക്ക് 8 മാസത്തിലധികമായിട്ടും പണം തിരിച്ചു കൊടുത്തിട്ടില്ലെന്നും പരാതിയുണ്ട്. ചെങ്ങാലൂർ സൂര്യഗ്രാമത്തെ മണ്ണെടുപ്പ് ശാസ്ത്രീയമായ പഠനം നടത്താതെയെന്ന് ആക്ഷേപം. പ്രതിഷേധവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രംഗത്ത്. ജിയോളജി വകുപ്പ് ചെങ്ങാലൂർ സൂര്യഗ്രാമം പ്രദേശത്ത് മണ്ണെടുക്കാൻ നൽകിയ അനുമതിയാണ് ആരോപണത്തിനിടയാക്കുന്നത്. ദിവസങ്ങളായി രാത്രിയിൽ നടക്കുന്ന മണ്ണെടുപ്പിന് പാരിസ്ഥിതിക പഠനമൊന്നും നടത്താതെയാണ് അനുമതി നൽകിയിരിക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോപിച്ചു. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂർ മുതൽ തളിക്കുളം വരെയുള്ള ഭാഗത്തിന്റെ പണിക്ക് മാത്രമേ ഇവിടെ നിന്നുള്ള മണ്ണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളൂ. രാത്രിയിൽ മണ്ണെടുക്കുന്നതിന് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയുമുണ്ട്. 153 സെന്റ് സ്ഥലത്ത് 34,000 മെട്രിക് ടൺ സാധാരണ മണ്ണ് എടുക്കുവാനുള്ള അനുമതിയാണ് വകുപ്പ് നൽകിയിരിക്കുന്നത്. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സൂര്യഗ്രാമം നഗരത്തിനു സമീപം 43 മീറ്റർ താഴ്ചയിൽ മണ്ണെടുക്കുന്നത് പ്രദേശത്തിന് നിലനിൽപ്പ് തന്നെ ആശങ്കയിലാക്കുന്നുണ്ട്. പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശത്ത് നടക്കുന്ന മണ്ണെടുപ്പ് പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി അറിഞ്ഞിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം സമാപനത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി കടങ്ങോട് സെന്ററിൽ സമാപിച്ചു. റെഡ് വളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളും റാലിക്ക് അകമ്പടിയേകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ, ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ തുടങ്ങിയവർ സംസാരിച്ചു. PC അബാൽമണിയെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഒരു ഗവൺമെന്റ് എന്ന രീതിയിലുള്ള സമരായുധമായാണ് ഈ 8.5 കൊല്ലക്കാലം പ്രവർത്തിച്ചത് എന്ന് നാം തിരിച്ചറിയണം. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് സമരായുധമാകുന്നത്? കർഷകർക്ക് ആശ്വാസമായി മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്തി. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലുള്ള മറ്റത്തൂർ കനാലിൽ വെള്ളം ഇല്ലാതിരുന്നതിനാൽ കനാൽ വെള്ളത്തെ ആശ്രയിച്ച് മുണ്ടകൻ കൃഷിയിറക്കുന്ന കർഷകർ ദുരിതത്തിലായിരുന്നു.
മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലാണ് പ്രധാനമായും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ നിലമൊരുക്കി ഞാറ്റഴി തയ്യാറാക്കി കർഷകർ കാത്തിരിപ്പ് തുടങ്ങിയെങ്കിലും കനാൽ വെള്ളം എത്താതിരുന്നത് കൃഷി വൈകിച്ചു. 10 ദിവസം മുൻപ് കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. എന്നാൽ ആറ്റപ്പള്ളി ഭാഗത്തുള്ള ഭൂഗർഭ ടണലിനു സമീപം വെള്ളത്തിലൂടെ ഒഴുകിവന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം കവിഞ്ഞൊഴുകിയതിനാൽ കനാൽ അടയ്ക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലാണ് വീണ്ടും കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. വെള്ളമെത്തിയതോടെ ഞാറുനടിയിലടക്കമുള്ള കൃഷിപ്പണികൾ നടത്താനുള്ള തിരക്കിലാണ് മാങ്കുറ്റിപ്പാടത്തെ കർഷകർ. സാമൂഹിക മാധ്യമങ്ങളിൽ കുറുവ സംഘാംഗം എന്ന് തന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നതിനെതിരെ മരമുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത്. നിയമ നടപടിക്കൊരുങ്ങി ഇരിഞ്ഞാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ്. ജോലിയുടെ ഭാഗമായി ഒക്ടോബർ 18-ന് ആറാട്ടുപുഴ തേവർ റോഡിലെത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം. ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു. ഇതോടൊപ്പം സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെക്കുറിച്ച് അന്വേഷിച്ചു. പ്രദേശത്തെ മോഷണശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി. ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു. ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുറുവാ സംഘമാണെന്ന് പറയുന്നത്. ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത്. വിനോദിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി SI പറഞ്ഞു. വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. വിദേശത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വ്യാജ പ്രചാരണം കണ്ട് ബന്ധുക്കൾ വിളിക്കുന്നതായി വിനോദ് പറഞ്ഞു. എന്റെ കിടാങ്ങളെ കൊണ്ടാക്കിയപ്പോ അവിടെ ചോദ്യങ്ങളൊന്നും മൊബൈലിൽ പിടിച്ചിട്ട് നോക്കലും സംസാരങ്ങളും ഒക്കെ വഴി ഇറങ്ങി എനിക്ക് നടക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല. ഒക്കെ മൊബൈലിലായാലും എല്ലാതായാലും പകർപ്പിട്ടുണ്ട്. നമുക്ക് ഭയങ്കര മാന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മളിത് ആരോടായിട്ട് നിയമപ്പെട്ട ആൾക്കാരുടെ അടുത്തല്ല നമുക്കിത് പറയാൻ പറ്റുള്ളൂ. തന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം. TCV ഇരിങ്ങാലക്കുട. പാലിയക്കര ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്ത് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്ന് പ്ലൈവുഡ് കയറ്റിവന്ന ലോറിയാണ് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. മണലിയിൽ നിന്നും മടവാക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മടവാക്കര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ നിന്നും മടവാക്കര റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വളവും ഇറക്കവുമാണ്. വളവ് തിരിയുന്നതിനുള്ള വീതിയും ഇവിടെയില്ല. തിരിയുന്ന ഭാഗത്തെ ഒരു വശത്ത് ദേശീയപാതയും മടവാക്കര റോഡും തമ്മിൽ ഉയര വ്യത്യാസവുമുണ്ട്. ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ആമ്പല്ലൂർ പാലിയേക്കര പ്രദേശത്തെ മറ്റൊരു അപകട മേഖലയായി ഇവിടം മാറിയിരിക്കുകയാണ്. ഈ റോഡിലേക്ക് തിരിയുന്നതിനായി വാഹനങ്ങൾ ദേശീയപാതയിൽ കാത്തുനിൽക്കുന്നതും നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. ദേശീയപാത നടത്തറയിൽ മിനി ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. മിനി ലോറി ഡ്രൈവർ തമിഴ്നാട് സ്വദേശി സമ്പത്തിനാണ് പരിക്കേറ്റത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സമ്പത്തിനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തിയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് ഒരേ ദിശയിൽ പോവുകയായിരുന്ന മിനി ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനങ്ങൾ മറിയുകയായിരുന്നു. കൃഷിക്കനുയോജ്യമായ നിലം പോലും തരിശിടുന്ന പ്രവണത ഏറിവരുന്ന ഇക്കാലത്ത് തോടിന്റെ പാർശ്വങ്ങൾ കൃഷിയിടമാക്കി പരീക്ഷണ വിജയം നേടിയിരിക്കുകയാണ് സ്വന്തമായി നിലമില്ലാത്ത ഈ വയോധികൻ. അന്തിക്കാട് 5-ാം വാർഡ് കല്ലിടവഴിയിലെ പള്ളത്തി വാസുവാണ് തോടിന്റെ അരികിൽ നെല്ല് വിതച്ച് നെൽച്ചെടികളെ പരിപാലിച്ചു വരുന്നത്. കൂലിപ്പണിക്കാരനായ വാസു മറ്റ് കർഷകർക്കായി പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോയപ്പോൾ ബാക്കി വന്ന ജ്യോതി നെൽവിത്ത് അവരുടെ സമ്മതത്തോടെ കൊണ്ടുവന്ന് തൻ്റെ വീടിനോട് ചേർന്നുള്ള തോടിനരികിൽ വിതയ്ക്കുകയായിരുന്നു. ഒരു പരീക്ഷണം എന്ന നിലയ്ക്കായിരുന്നു അങ്ങനെ ചെയ്തത്. വിത്ത് മുളച്ചു പൊന്തിയപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളമെടുത്ത് നനച്ച് പരിപാലിക്കാനും മറന്നില്ല. 1 മാസം പിന്നിട്ടതോടെ നല്ല കരുത്തുറ്റ നെൽച്ചെടികളായി അവ വളർന്നു കഴിഞ്ഞു. കേടൊന്നും വന്നില്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കൊയ്യുമ്പോൾ 5 പറയെങ്കിലും നെല്ല് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഈ 73-കാരൻ. കുറച്ച് വിത്ത് വാങ്ങി വന്ന് കളിക്കാൻ പോയപ്പോൾ അതിനെ കൊണ്ടുവന്ന് ചാലുകളിൽ വിട്ടു. അപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല കൃഷിയായിരുന്നു. പരീക്ഷണം വിജയം കണ്ടതോടെ അടുത്ത തവണ കൃഷി കുറച്ചുകൂടി വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹവും വാസുവേട്ടനുണ്ട്. പാടവരമ്പുകളുടെ അരികുകളിലും തോടിനരികുകളിലും പയർ, വെണ്ട, വഴുതിന തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ നട്ട് പരിപാലിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും
തോടിനരികിൽ നെൽകൃഷി ചെയ്യുന്നത് അപൂർവമാണ്. അതുകൊണ്ട് തന്നെ ഈ കൃഷി പരിസരവാസികളിലും കർഷകരിലും കൗതുകം ജനിപ്പിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. അമ്പലപ്പാറ കമ്മ്യൂണിറ്റി മെഡിക്കൽ സെന്ററിൽ COPD ദിനാചരണം നടത്തി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ M. അനുപമ ദിനാചരണ സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപക് ജോസഫ്, ബിനു, ഹെഡ് നഴ്സ് രജനി, രാധാകൃഷ്ണൻ, സുമതി എന്നിവർ സംസാരിച്ചു. ശ്വാസകോശ രോഗപ്രതിരോധ മാർഗങ്ങൾ, ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ വിനോദ് ബോധവൽക്കരണം നടത്തി. തൃശൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനാ റാലിയും ഭരണഘടനാ ദിനാഘോഷവും തിങ്കളാഴ്ച കോലഴിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് കോലഴിയിൽ നിന്നും ആരംഭിക്കുന്ന റാലി തിരൂരിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ C. വിമല ഉദ്ഘാടനം ചെയ്യും. സെക്യുലർ ഫോറം ചെയർമാൻ ED ഡേവിസ്, ജനറൽ കൺവീനർ T. സത്യനാരായണൻ, ഷീബ അമീർ, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, ഹെർബർട്ട് ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം ഡിസംബർ 7 നടക്കും. വൈകിട്ട് 3 മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പുതുക്കാട് മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന മിനി സിവിൽ സ്റ്റേഷനെ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി യോഗം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, TS ബൈജു, അജിത സുധാകരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണലൂർ പഞ്ചായത്തിന്റെ കാഞ്ഞാണി ആനക്കാടുള്ള ശാന്തിതീരം ശ്മശാനത്തിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു. മൃതദേഹം ദഹിപ്പിക്കുന്ന സംവിധാനത്തിന്റെ കുഴലിനെ തകരാർ സംഭവിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. മൃതദേഹം ദഹിപ്പിക്കുന്ന സംവിധാനങ്ങൾക്ക് 10 വർഷത്തോളം പഴക്കമുണ്ട്. 2018 പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. തുടർന്ന് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് പുനരാരംഭിച്ചത്. ശ്മശാനത്തിലെ സംവിധാനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ അങ്കമാലിയിലുള്ള കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി പണം നൽകാത്തതിനാൽ ഇപ്പോഴത്തെ പ്രശ്നം പരിഹാരം കാണാതെ നീണ്ടുപോകാനാണ് സാധ്യത. 4 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവം സമാപനത്തിനു ശേഷം സ്കൂളും പരിസരവും ഗുരുവായൂർ നഗരസഭ വൃത്തിയാക്കി. ഹരിതകർമ്മ സേനാംഗങ്ങളും നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരും ചേർന്നാണ് ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. 30 പേരടങ്ങുന്ന സംഘം 2 മണിക്കൂറിനുള്ളിൽ സ്കൂളും പരിസരവും പൂർണ്ണമായും വൃത്തിയാക്കി. ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KC രശ്മി, MB സുജിത്ത്, KS പ്രദീപ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് PS റീന, സെക്രട്ടറി KB ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥന ഫലം കണ്ടു. വിനീതിന്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു. 4 ദിവസം കൊണ്ട് നാട്ടുകാർ പിരിച്ചെടുത്തത് 3 ലക്ഷം രൂപയാണ്. വിനീതിന്റെ ഓപ്പറേഷനു വേണ്ടി രാവും പകലുമില്ലാതെ 4 ദിവസം കൊണ്ട് നാട്ടുകാർ പിരിച്ചത് 3 ലക്ഷം രൂപയാണ്. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു എന്ന വാർത്തയിൽ ഏറെ സന്തോഷത്തിലാണ് ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി നിവാസികൾ. തലശ്ശേരി ഉണിക്കുന്ന് കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട്ടുകാരനായ മുരളി, ആരായി ദമ്പതികളുടെ 2 മക്കളിൽ മൂത്തവനാണ് വിനീത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അടിയന്തിരമായി 4 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അംഗങ്ങളായ KA ഇബ്രാഹിം ചെയർമാനായും MP മധു കൺവീനറായും CP രാജൻ ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ച് പണം സമാഹരിക്കാൻ ആരംഭിച്ചത്. ഇതോടെ രാഷ്ട്രീയമോ മതമോ നോക്കാതെ സ്ത്രീകളും കുട്ടികളുമടക്കം പ്രദേശവാസികൾ രംഗത്തിറങ്ങി. 20 ദിവസങ്ങൾക്ക് മുമ്പ് വിനീതിന്റെ സഹോദരി 13 വയസ്സുള്ള വിനീത സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഈ വിവരം അറിഞ്ഞതോടെ വിനീതും ദേഹാസ്വസ്ഥത വന്ന് തളർന്നു വീണു. ഇതേ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വിനീതിനും ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാർ അറിയിച്ചത്. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുക സമാഹരിച്ച് ഓപ്പറേഷൻ നടത്തിയത്. TCV ന്യൂസ്, ചെറുതുരുത്തി. ചേലക്കര സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിലെ പെരുന്നാൾ ഡിസംബർ 1 മുതൽ 4 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച പെരുന്നാളിന് കൊടിയേറും. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലീത്ത ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഡിസംബർ 3 വൈകിട്ട് 6:30 റാസ, തുടർന്ന് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര. 4 രാവിലെ 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വൈകിട്ട് പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ
ട്രസ്റ്റി PV ഷാജൻ, സെക്രട്ടറി CC ജോൺസൺ, പെരുന്നാൾ കമ്മിറ്റി കൺവീനർ PV ബാബു, സെക്രട്ടറി സുനോജ് കുര്യാക്കോസ്, ട്രഷറർ EM ജോർജ്, പബ്ലിസിറ്റി കൺവീനർ മനേഷ് വർഗീസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. മത്സരങ്ങൾ ശനിയാഴ്ച മുതൽ ഡിസംബർ 1 വരെ പഞ്ചായത്തിന്റെ വിവിധ വേദികളിലായി നടക്കും. അഞ്ചങ്ങാടി വളവിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഹസീന താജുദ്ദീൻ, ശുഭ ജയൻ, VP മൻസൂർ അലി, മെമ്പർമാരായ TR ഇബ്രാഹിം, PM മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. അന്തിക്കാട് നടന്ന തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 246 പോയിന്റുമായി കണ്ടശാംകടവ് SH ഓഫ് മേരീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനവും 215 പോയിന്റുമായി വെസ്റ്റ് ഫോർട്ട് സെയിന്റ് ആൻസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ 2ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 232 പോയിന്റുമായി തൃശൂർ വിവേകോദയം ബോയ്സ് സ്കൂൾ 1ാം സ്ഥാനവും 153 പോയിന്റുമായി മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിദ്യാലയങ്ങൾക്കും നോട്ടെടുക്കുന്നതിന് വേണ്ടി കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ നിന്നും മൂർഖൻ പാമ്പുകളെ പിടികൂടി. പ്രിയദർശിനി ഹാളിന് പുറകിൽ മതിൽ പൊളിഞ്ഞുകിടക്കുന്ന ഭാഗത്തു നിന്നാണ് പാമ്പുകളെ പിടികൂടിയത്. സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ് പാമ്പുകളെ കണ്ടത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. വന്യജീവി സംരക്ഷകൻ കൊടുങ്ങല്ലൂർ സ്വദേശി താഹിർ എത്തി പാമ്പുകളെ പിടികൂടി. 5 അടി നീളമുള്ളതും 3 അടി നീളമുള്ളതുമായ 2 പാമ്പുകളെയാണ് പിടികൂടിയത്. കയ്പമംഗലം കാക്കാത്തുരുത്തി ബദർപള്ളി മഹല്ല് നിവാസികളുടെയും UAE സൗഹൃദ കൂട്ടായ്മ അമൽ ഖൈർ നിർമ്മിച്ച മയ്യത്ത് പരിപാലന കേന്ദ്രത്തിന്റെ താക്കോൽദാനം നടത്തി. പള്ളിയിൽ നടന്ന ചടങ്ങിൽ അമൽ ഖൈർ എക്സിക്യൂട്ടീവ് അംഗം EM അൻസാർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ PA അബ്ദുള്ള, അബ്ദുറഹ്മാൻ ഹാജി വലിയകത്ത്, മുസ്തഫ താനത്തുപറമ്പിൽ എന്നിവർക്ക് താക്കോൽ കൈമാറി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കര, പാലക്കാട്, വയനാട് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ 8-ന് ആരംഭിക്കും. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. വെറ്റിലപ്പാറ കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വനപാലകരുടെ ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. 2 വനപാലകർക്ക് പരിക്ക്. മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിനിടിച്ച് വയോധിക മരിച്ചു. കാസർഗോഡ് സ്വദേശിനി റോസമ്മയാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് പരിക്ക്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു. ചന്ദ്രാപിന്നി സ്വദേശിനി ശോഭനയാണ് മരിച്ചത്. മുല്ലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന പാവറട്ടി പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി മുല്ലശ്ശേരി സ്റ്റേഷൻ എന്നാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കസ്റ്റഡി വാഹനങ്ങൾ നിറഞ്ഞതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പരാതി. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് ചൊവ്വാഴ്ച തിരശ്ശീല ഉയരും. തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം സംഗീതോപാസകർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.